നമസ്കാരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എന്തായി? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വരവിലുള്ള അനിശ്ചിതത്വം തുടരുന്നതും സിറ്റിംഗ് സീറ്റില്ലാത്ത ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നതും വെല്ലുവിളിയാകുന്നുണ്ടോ? വയനാട് ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ എംപിമാർ തന്നെയാകുമോ മത്സരിക്കുക? അതേസമയം മുസ്ലിം ലീഗിന്റെ യോഗം പാണക്കാട് നടക്കുന്നു. സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമോ? ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ ആരെന്ന് എന്നത് ഇന്നറിയാം എന്നൊക്കെ കേൾക്കുന്നു. വിശദമായി പരിശോധിച്ച് ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ടെൻസ്. സ്വാഗതം. ഇടവേളയ്ക്ക് ശേഷം പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി KS ഹംസ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് താനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. അപരന്മാർ ജനവിധിക്ക് തുരങ്കം വയ്ക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നും KS ഹംസ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ഭരണപ്രതിസന്ധി. 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് BJP. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ BJP. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹിമാചലിലെ പ്രശ്നപരിഹാരത്തിന് DK ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും ചുമതലപ്പെടുത്തി AICC. ഇരുവരും ഇന്ന് ഹിമാചലിലെത്തും. മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിനെ മാറ്റണമെന്നാണ് നിലപാടിലാണ് വിമത MLA-മാർ. ആലപ്പുഴയിലും വയനാട്ടിലും ആരാകും സ്ഥാനാർത്ഥികളെന്ന ആകാംക്ഷ തുടരുന്നതിനിടെ കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. സിറ്റിംഗ് എംപിമാർ മുഴുവൻ മത്സരിക്കണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം ദേശീയ നേതാക്കൾ. രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ച് KPCC നേതൃത്വം. ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം. തെരഞ്ഞെടുപ്പ് ഉപസമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് ദേശീയ നേതൃത്വം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് സൂചന. സീറ്റ് ചർച്ചകൾ ഇന്ന് തുടങ്ങുമെന്നും ഉടൻ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. KPCC-യും UDF-ഉം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും VD സതീശൻ. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാത്ത് AICC. വയനാട് ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുലിനായി നൽഗൊണ്ട മണ്ഡലം നിർദ്ദേശിച്ച് തെലങ്കാന PCC. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലെ അതൃപ്തി CPM ആവർത്തിച്ചു. കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭ യാത്രയുടെ ഭാഗമായുള്ള ജനസദസ് ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ LDF-ന്റെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് വളരെ സജീവമായി. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. വയനാട്ടിലും ആലപ്പുഴയിലും ആരെന്ന ആകാംക്ഷയും നിലനിൽക്കുന്നു. BJP-യുടെയും ആദ്യഘട്ട പട്ടിക നാളെ പുറത്തിറങ്ങിയിരിക്കും. NDA നേതൃയോഗം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്തായി എന്നാണ് ന്യൂസ് ടെൻസ് ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കേന്ദ്ര നേതൃത്വം 3-നാണ് കേരള നേതാക്കളെ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇനിയും ദിവസങ്ങൾ എടുക്കും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നറിയാൻ എന്ന് മനസ്സിലാക്കേണ്ട ഇരിക്കുന്നു. എങ്ങനെയാണ് സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ പുരോഗമിക്കുന്നത്? അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമരാഗ്നിയുമായി ബന്ധപ്പെട്ട സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സീറ്റ് ചർച്ചകൾ, മറ്റ് കക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയായി എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് 16 സീറ്റുകളിൽ നേരത്തെപോലെ തന്നെ മത്സരിക്കും. 2 സീറ്റുകൾ ലീഗിന് മലപ്പുറവും പൊന്നാനിയും നൽകുന്നു. RFP കൊല്ലത്ത്, കോട്ടയത്ത് കേരള കോൺഗ്രസ്. ഇങ്ങനെ 20 സീറ്റുകളുടെ കാര്യത്തിൽ കൃത്യമായ ധാരണയിലെത്തിയിട്ടുണ്ട്. 3-ാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യം അർഹതപ്പെട്ട ആവശ്യമാണെങ്കിലും ഇപ്പോൾ പരിഗണിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ്, ലീഗിന് ഏറ്റവും അടുത്ത് ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് വിട്ടു നൽകാനാണ് നേതൃത്വത്തിന്റെ ധാരണ. എന്തായാലും 3-ാം തീയതിയായിരിക്കും K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ, തെരഞ്ഞെടുപ്പ് ഉപസമിതിയിലെ നേതാക്കൾ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരിക. എന്തായാലും സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ. നന്ദി ഡാൻ. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ.
ഇടതു സഹയാത്രികൻ രജിമോൻ ലൂക്കോസ്, കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ്, മാധ്യമപ്രവർത്തകൻ എ സജീവൻ എന്നിവരാണ്. ഞാൻ ആദ്യം ശ്രീ എ സജീവനിലേക്ക് പോകുന്നു. ശ്രീ സജീവൻ, ഇതാണ് കേരളത്തിലെ LDFന്റെ ഏതാണ്ട് ചിത്രം കൃത്യമായി ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നു. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന രീതിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവർ CPIയുടെയും CPMന്റെയും സ്ഥാനാർത്ഥികളെ അറിയിച്ചു. പ്രചാരണം തുടങ്ങുകയും ചെയ്തു. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥികളെയും പെട്ടെന്ന് അറിയാമെന്ന് കരുതുന്നു. കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 3-നാണ് കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാന നേതാക്കളുടെ ചർച്ച പോലും നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിലവിലെ MP-മാരെ മത്സരിപ്പിക്കുക, ആലപ്പുഴ സീറ്റിലും വയനാട് സീറ്റിലുമുള്ള അനിശ്ചിതത്വം, ഇതെല്ലാം വലിയ ചർച്ചയാവുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വലിയ പുകിലാണ് നടക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കോൺഗ്രസിൽ 16 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് 14 സീറ്റിലും ഒരു പ്രശ്നമില്ല. കാരണം അത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നിലവിലുള്ള MP-മാരെല്ലാവരും മത്സരിക്കുന്നത്. അത് പിന്നീടുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ ഈ നിലവിലുള്ള ഒരു തോൽവി സംഭവിച്ചത് ആലപ്പുഴയിൽ എങ്ങനെയാണ് അവർ നേരിടാൻ പോകുന്നത്? അതിന് ശക്തനായിട്ട് സ്ഥാനാർത്ഥിയെ വേറെ കണ്ടെത്താൻ പറ്റുമോ? നിലവിലിപ്പോ കഴിഞ്ഞ തവണ മത്സരിച്ച ആരെങ്കിലും മത്സരിച്ചാൽ മതിയോ? അങ്ങനെ ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, 2019 സംഭവിച്ച പോലെ ഈ 19 സീറ്റും അനുകൂലമാക്കി മാറ്റുക എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട്, അത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ രംഗപ്രവേശമാണ് അതിന് വഴിവെച്ചത്. പക്ഷേ അത് ഇത്തവണ സംഭവിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ കുറച്ചു മുമ്പേ തന്നെ വന്നുള്ള സർവേകൾ, അതായത് കോൺഗ്രസിനെ ഏതാണ്ട് അനുകൂലിക്കുന്ന മാധ്യമങ്ങളിൽ പോലും വന്നിട്ടുള്ള സർവേകളിൽ പോലും പറയുന്നത് ആ 19 എന്നത് ഒരിക്കൽ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 സീറ്റൊക്കെ മാറിപ്പോവാനുള്ള സാധ്യത ഇപ്പോൾ തന്നെയുണ്ട്. അത് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ പോലും ഉണ്ട്. അപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാൽ മാത്രമേ കഴിഞ്ഞ തവണയുടെ അടുത്തെത്താൻ രൂപത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ UDFന് കഴിയുകയുള്ളൂ. കോൺഗ്രസിന് പ്രത്യേകിച്ച് കഴിയുള്ളൂ. രാഹുൽ തരംഗം, പക്ഷേ അത് ഇല്ലാതാകും. അതൊരു വലിയ പോയിന്റാണ്. തീർച്ചയായിട്ടും. അത് കൂടാതെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോണ്ടാവുന്ന വേറെ പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ BJP വലിയൊരു പ്രചരണം കോൺഗ്രസിനെതിരെ ഉന്നയിച്ച് പാകിസ്ഥാൻ പതാക ഉയർത്തിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം മുസ്ലിം പ്രീണനം എന്നുള്ളതും അതിനെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള പ്രചരണവും ഒക്കെ 2019 BJP നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റത്. അപ്പോ ഇവിടെ കേരളത്തിൽ ഒരു 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റ് 20 സീറ്റ് അവർ ആലപ്പുഴ കൂടി കിട്ടുന്ന രീതിയിൽ 20 സീറ്റ് ആഗ്രഹിച്ചാൽ പോലും അത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവമുണ്ട്. ഇപ്പൊ ഈ 2 കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഈ വയനാട് മാത്രം മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. അതേ സമയത്ത് സംസ്ഥാന കോൺഗ്രസിന്റെ കാര്യത്തിൽ UDFന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ പഴയ ആവേശം എന്തായാലും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ തവണ 2019 എല്ലാവരും പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിച്ചത് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ കേരള നേതാക്കൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് അത്രയധികം ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ സഖ്യം എന്നുള്ളിടത്ത് പ്രത്യേകിച്ച് ആനി രാജയെ പോലെയുള്ള ഒരു ദേശീയ നേതാവ് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിനെതിരായി മത്സരിക്കുക എന്നത് രാഹുലിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? ആനി രാജ്യം മത്സരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കാര്യമില്ല. ആനി രാജ്യയെ തന്നെ LDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. ഒരു ദേശീയ നേതാവാണ്. ഇതേപോലെ ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും BJP വിരുദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതിശക്തമായ നിലപാടെടുത്തുള്ള ഒരാളാണ് ആനി രാജ. അങ്ങനെയുള്ള ഒരാളെ നിർത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ആനി രാജ്യം LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും രാഹുൽ ഗാന്ധി അല്ലാതെ ആവുകയും ചെയ്യുമ്പോൾ വയനാട് ഒരുപക്ഷെ കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസിന് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമാണ് വയനാട്. അവിടെ ജയിച്ചു പോകാൻ സാധ്യത. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്ത് ഷാനവാസിനെയൊക്കെ സത്യമൊകേരി വിറപ്പിച്ചു വിട്ട മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൂടി ഓർക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസിൽ ഇതുവരെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സിറ്റിംഗ് MP-മാരുടെ കാര്യത്തിൽ മാത്രമേ ഇതുവരെ തീരുമാനമായിട്ടുള്ളൂ. ആലപ്പുഴയിൽ ആര് എന്നുള്ളത് വലിയ ചോദ്യമാണ്. വയനാട്ടിൽ രാഹുൽ ഉണ്ടോ?
ശ്രീ നിജേഷ് കേൾക്കാമോ? കേൾക്കാം. ഹലോ. ആലപ്പുഴ സീറ്റിൽ ആര് എന്ന കാര്യത്തിൽ ഇപ്പം കെ സി വേണുഗോപാലിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല തുറന്നു പറയാനൊന്നും. ആ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ടോ? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഇല്ലേ ഇത്തവണ? അല്ല, കെ സി വേണുഗോപാൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്താണോ നടപടിയെടുക്കുന്നത്, പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അത് ഞാൻ ചെയ്യും എന്നാണ് കെ സി വേണുഗോപാലിന്റെ നിലപാട്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെയും തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ആ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ തീരുമാനം 1-2 ദിവസങ്ങൾക്കകം വരും. അവിടെ ഒരുപാട് ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരുപാട് സ്റ്റേറ്റിലേക്ക് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നുണ്ട്. എവിടെ മത്സരിച്ചാലാണ് രാഹുൽ ഗാന്ധിക്കല്ല പാർട്ടിക്ക് ഏറെ ഗുണകരം എന്ന ഒരു നിലപാടാണ് പാർട്ടി എടുക്കാൻ സാധ്യതയുള്ളത്. അപ്പോ അത് രാഹുൽ ഗാന്ധിയുടെ കാര്യം അവിടെ നിൽക്കുന്നു. മറ്റ് കാര്യങ്ങളിലും സ്ഥാനാർത്ഥി കാര്യങ്ങളിലൊന്നും പിന്നെ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വരുന്നോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് കൂടിയായിരിക്കും ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലത്തുള്ള സ്ഥാനാർത്ഥി നിർണയം. മറ്റു പല ഘടകങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതെന്തായാലും 2-ാം തീയതി 3-ാം തീയതിക്കുള്ളിൽ ആ തീരുമാനങ്ങളാവും എന്നാണ് ഞങ്ങൾക്ക് ആവുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒരു ധാരണ ആയിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്റേണലി ഒരു ധാരണ ആയിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു പടി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. 1-2 സീറ്റിലെ കൺഫ്യൂഷൻ മാത്രമേ തീർക്കാനുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തീരും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളുടെ ഫ്രെയിം ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. എന്തായാലും വയനാട് ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ നേരത്തെ തന്നെ MP-മാർ തന്നെ മത്സരിക്കുമെന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും കെ സുധാകരനായിരുന്നു ഒരു സംശയം പറഞ്ഞിരുന്നത്. അവിടെയും കെ സുധാകരൻ മത്സരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതുപോലെ തന്നെ നടക്കും. ആലപ്പുഴ വയനാട് മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നീളുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വരവിലുള്ള അനിശ്ചിതത്വം അത് തുടരുന്നുണ്ട്. സിറ്റിംഗ് സീറ്റില്ലാത്ത ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്നുള്ളതും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, കരുത്തരെ ഇറക്കി LDF ഏതാണ്ട് കളം നിറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിജയ സാധ്യതയല്ല, ഉറപ്പുള്ള ഒരു ജയം തന്നെയാണ് ലക്ഷ്യം. കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് അറിയാം. അതിൽ നേരത്തെ ശ്രീ A. സജീവൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി എന്നൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ ഒരു തരംഗമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ രാഹുൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലവിലെ സ്ഥിതി? പരമാവധി സീറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷേ ചെറിയ പിഴവിൽ പോലും വലിയൊരു പ്രശ്നത്തിലേക്കോ ഇല്ലെങ്കിൽ വലിയൊരു വീഴ്ചയിലേക്കോ വില കൊടുക്കാനോ കോൺഗ്രസ് തയ്യാറാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് വേഗത്തിലാക്കുക? ഇപ്പൊ നിജേഷ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3 സീറ്റുകളിലൊഴികെ ബാക്കിയുള്ളിടത്തെല്ലാം ഇപ്പോ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP-മാരെല്ലാവരും തന്നെ മത്സരിക്കാനുള്ള ഒരു ധാരണ നേരത്തെ മുതലുണ്ട്. ഇനിയിപ്പോ കനുകൂലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മാറ്റം വരുമോ എന്നുള്ള കാര്യം അതും അനിവാര്യമെങ്കിൽ മാത്രമേ അത്തരം ഒരു ആലോചന ഉണ്ടാവൂ എന്നുള്ളതാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഇപ്പൊ ഈ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ തോറ്റ ആലപ്പുഴ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്, അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും കൃത്യമായ ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. വരാതിരിക്കാം എന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ മത്സരിക്കാൻ സാധ്യത ഇല്ലെന്ന് കണ്ടിരുന്ന കണ്ണൂർ ഇപ്പോൾ കെ സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 2 സീറ്റുകളിലേക്ക് മാത്രമായിട്ട് പ്രശ്നം ചുരുങ്ങുകയാണ്. അതായത് സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്ത് ഈ ആലപ്പുഴ വയനാട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും വലിയ കടമ്പകളൊന്നും കടക്കേണ്ടത് വരില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക AICC ഒരു മധ്യസ്ഥയിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ വരും എന്ന രീതിയിൽ തന്നെ വേണം നമ്മളെ കാര്യങ്ങളെ കാണാൻ. ഇവിടെ നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ UDF-ന്റെ വിജയം എന്ന് പറയുന്നത് രാഹുൽ ഫാക്ടർ തീർച്ചയായിട്ടും ഒരു ഘടകമായിരുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, വയനാട്ടിൽ അദ്ദേഹത്തിന്റെ വരവ്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിച്ച മലയാളിയുടെ മനസ്സ്, ഇതൊക്കെ വലിയൊരു ഘടകം തന്നെയായിരുന്നെങ്കിലും അതിനപ്പുറത്തൊരു വലിയ ഘടകം അത് പലപ്പോഴും നമ്മൾ അവഗണിച്ചു കളയാം, അല്ലെങ്കിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റൊന്നുമല്ല, അന്നത്തെ ശബരിമല വിഷയം തന്നെയാണ്. ആ ശബരിമല വിഷയത്തിൽ CPM കാണിച്ച അല്ലെങ്കിൽ ഇടതുമുന്നണി കാണിച്ച അമിത ഉത്സാഹം, ആ സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്ന വിശ്വാസികളെ കേസുകൾ കൊണ്ടും അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചും വേട്ടയാടുന്ന രീതിയിലുള്ള ഗവൺമെന്റിന്റെ സമീപനം
അവർക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ഹിന്ദു വോട്ട് ബാങ്കിൽ ഉണ്ടാക്കിയ വലിയൊരു വിള്ളലുണ്ട്. ഇപ്പൊ പറയും സജീവൻ ഒരുപക്ഷെ അതിന് പറയുന്ന ന്യായീകരണം അല്ലെങ്കിൽ അതിന് പറയാനിരിക്കുന്ന വിശദീകരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ വലിയ വിജയത്തിന് UDF ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ധ്രുവീകരണം അല്ലെങ്കിൽ UDFന് അനുകൂലമായിട്ട് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ അതിഭയങ്കരമായിട്ട് ധ്രുവീകരിച്ചു. അത് UDFനെ സഹായിച്ചു. അതുകൊണ്ടാണ് ഒരിക്കലും ഉണ്ടാകാത്ത പോലെ 19-1 എന്ന രീതിയിൽ ആയിത്തീർന്നത്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ചില മണ്ഡലങ്ങളെയെങ്കിലും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് മാത്രമല്ലെന്ന് കാണാം. ഇപ്പൊ ആലത്തൂർ പോലുള്ള ഒരു മണ്ഡലത്തില് ന്യൂനപക്ഷങ്ങൾ അത്ര ഒരു ഘടകമേ അല്ല, പ്രധാനപ്പെട്ട ഒരു ഘടകം പോലും അല്ല. അവിടെ പരമാവധി നമുക്കറിയാവുന്ന ഹിന്ദു വോട്ട് ബാങ്ക് അത്രമേൽ ശക്തമായ, അതുപോലെ തന്നെ CPMന് ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായിരുന്നു ആലത്തൂർ. 1,00,000 വോട്ട് അല്ലെങ്കിൽ 50,000-ന് മുകളിൽ വോട്ടൊക്കെ അനായാസം ലീഡ് കിട്ടുന്ന ഒരു മണ്ഡലം. അതിനപ്പുറത്ത് എല്ലാ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്ക്. ചിറ്റൂര്, നെമ്മാറ, തരൂര്, ആലത്തൂര്, ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഈ മണ്ഡലങ്ങളെല്ലാം LDFന് അതിശക്തമായ അടിത്തറയും അതിശക്തമായ വോട്ട് ബാങ്കും എല്ലാം ഉള്ളതാണ്. എന്നിട്ട് അവിടെ പോലും ഈ ന്യൂനപക്ഷ ധ്രുവീകരണം കൊണ്ടോ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടോ മാത്രമൊന്നും അല്ല സംഭവിച്ചത്. അവിടെ സത്യത്തിൽ സംഭവിച്ചത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച വികാരമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പൊ MP-മാർ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള അവരുടെ പ്രവർത്തനം കൂടി വിലയിരുത്തുമല്ലോ ജനങ്ങൾ. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ BJP ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മോദി കേരളത്തിൽ വന്നുപോയ സാഹചര്യമുണ്ട്. LDF എടുത്തു പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ അതിനെല്ലാം കൂടി ഇടയിലേക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ആലത്തൂർ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ നിരന്തരം വിമർശനം MP-ക്കെതിരെ ഉയരുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള MP-മാർ ആരെന്ന് പോലും അറിയാത്ത ചില മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ UDFനെ സംബന്ധിച്ച് അവിടെ പോകുമ്പോൾ വോട്ട് ചോദിച്ച് പോകുമ്പോൾ പോലും വലിയ മറുപടി അല്ലെങ്കിൽ വലിയ ചോദ്യങ്ങളെ നേരിടേണ്ട ഒരു സാഹചര്യം ഇല്ലേ നിലവിൽ? തീർച്ചയായിട്ടും ഈ തവണത്തെ ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഫാക്ടറും അതുപോലെ തന്നെ ശബരിമല ഫാക്ടറും ഒന്നും ഇല്ലാത്ത പ്യുവറായിട്ടുള്ള പൂർണ്ണമായിട്ട് ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ കുറി നടക്കുക. ഈ കാര്യത്തിൽ UDFനെ ഒരുപക്ഷെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അവരുടെ MP-മാരുടെ പാർലമെന്റിലെ ലോക്സഭയിലെ പെർഫോമൻസ് LDF ഒരു ആയുധമാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോ രാജ്യസഭയിൽ നമ്മുടെ ബ്രിട്ടാസിനെ പോലുള്ളവരുടെ പെർഫോമൻസും, ലോക്സഭയിൽ ശശി തരൂരിന്റെയും അതുപോലെ തന്നെ NK പ്രേമചന്ദ്രന്റെയും അതുപോലെ തന്നെ മറ്റു പലരുടെയും പെർഫോമൻസ് ഒരുപക്ഷെ വളരെ നല്ലതായിരുന്നു. അതിനകത്ത് ഇപ്പൊ ലോക്സഭയിലുള്ള ആരിഫിന്റെ പെർഫോമൻസ് ഈ പറഞ്ഞ UDF MP-മാരുടേതിനേക്കാൾ വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം എത്ര തവണ വായ തുറന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് നിശബ്ദത പാലിക്കില്ല. എന്നാൽ നേരെ മറിച്ച് ബ്രിട്ടാസിന്റെ പ്രകടനത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ആരിഫ് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു അർത്ഥഗർഭമായ നിശബ്ദത അല്ലെങ്കിൽ വളരെ വളരെ ആസൂത്രിതമായ ഒരു നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്തവണ രണ്ടു കൂട്ടർക്കും അനുകൂലമായ ഘടകങ്ങളുണ്ട്, പ്രതികൂലമായ ഘടകങ്ങളുണ്ട്. ആ പ്രതികൂലമായ ഘടകം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആനുകൂല്യമുള്ളത് അവർക്ക് കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല. അപ്പൊ അവർക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും മുഖ്യ ഘടകമായി മാറുന്ന ആന്റി ഇൻകംബൻസി ഫാക്ടർ UDFനും കോൺഗ്രസിനും ഇല്ല. അതൊരു വലിയ ഘടകം തന്നെയാണ്. നേരെ മറിച്ച് അത് വേണ്ടുവോളം LDFനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ LDF വലിയ രീതിയിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ശക്തരായ പല മണ്ഡലങ്ങളിലും അതിശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെ പ്രചാരണം ആരംഭിച്ചു, സ്ഥാനാർത്ഥി പട്ടികയാക്കി എന്നുള്ളതാണ് LDFനെ ഒരു പടി മുമ്പിലേക്ക് LDF കടന്നു എന്ന് പറയുന്നതിന്റെ കാരണം. പക്ഷേ ഇന്ന് രാവിലെ K. മുരളീധരൻ പറഞ്ഞതുപോലെ KK ശൈലജ ഒരു ഇരയല്ല, ഇല്ലെങ്കിൽ അവിടെ മറ്റ് വിഷയങ്ങൾ ഇപ്പൊ TP കേസ് പോലെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയാകും. സ്വാഭാവികമായിട്ടും ഒരു തോൽവിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും LDFന്റെ ഇപ്പോഴത്തെ ഭരണവും മറ്റു കാര്യങ്ങളിലെ നിലപാടുകളും ഒക്കെയായിട്ട് LDFന് ഉണ്ട് എന്ന് പറയുമ്പോൾ LDF ഏതു തരത്തിലായിരിക്കും ഈ വിഷയങ്ങളെയൊക്കെ ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ ചോദ്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ എങ്ങനെയായിരിക്കും LDF നേരിടാൻ പോകുന്നത്? എന്ത് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് LDF? ഇത്തവണ LDF വലിയൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 10-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നുള്ള കാര്യം അതിശയോക്തി ഇല്ലാണ്ടെന്ന് പറയാൻ പറ്റും. അതിന് കാരണങ്ങൾ പലതാണ്. ഇന്നലെ നരേന്ദ്രമോദിയും പറഞ്ഞത് 2 അക്കമാണ്. അതെ, അദ്ദേഹം 2 അക്കം BJPക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായാലും അദ്ദേഹത്തിന് കിട്ടുന്ന വിവരങ്ങൾ എത്ര ശുഷ്കമാണെന്ന് തോന്നുന്നു. അതിന് പോട്ടെ, അതിനെ ഒരു ഗൗരവമായിട്ട് ആരും പരിഗണിക്കുന്നു. അവരുടെ സംസ്ഥാന നേതാക്കൾക്ക് പോലും അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതല്ല വിഷയം. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ മത്സരം UDFും LDFും തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രമുഖമായ കാര്യങ്ങള് 3 സീറ്റിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. ഒന്നാമത് കണ്ണൂർ ഇപ്പൊ സുധാകരൻ മത്സരിക്കുന്നുള്ള ഏകദേശം ഉറപ്പെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അതിനകത്ത് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടത് തന്നെ താൻ ലോക്സഭയിലേക്ക് ഇനി ഇല്ല,
തനിക്ക് രാജ്യസഭാ സീറ്റാണ് മതിയെന്ന് പറയുന്നത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ആ രാജ്യസഭാ സീറ്റ് നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുകൊണ്ട് നിലനിൽപ്പിന്റെ ആവശ്യമായതുകൊണ്ട് മാത്രം അദ്ദേഹം വീണ്ടും മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സുധാകരനെ കണ്ണൂർ സീറ്റ് മത്സരിപ്പിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ഒരു ബാധ്യതയായിരിക്കുന്ന രാഷ്ട്രീയ കേരളത്തിനും സാംസ്കാരിക കേരളത്തിനും ഒരു ബാധ്യതയായിരിക്കുന്ന കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കാനുള്ള ഒരു ഈസി വേ ആണ് അദ്ദേഹത്തിനെ കണ്ണൂർ മത്സരിപ്പിക്കുക എന്നുള്ളത്. അതൊരു വസ്തുതാപരമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത 1% പോലും ഇല്ല. അതിന്റെ കാരണം രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ തവണ ഘടകകക്ഷിക്കെതിരെ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ കയറിയപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 യോഗങ്ങളിൽ UP-യിലെ 6 യോഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം എന്തിനാണ് കേരളത്തിൽ മത്സരിക്കുന്നത്, ഇവിടെ ഭയന്നിട്ടല്ലേ, ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ ഭയന്നിട്ടല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് പല സ്ഥലങ്ങളിലും ആരോപിച്ചു. അമേഠിയിൽ നിന്നും അദ്ദേഹം തോറ്റ് പരാജയപ്പെടും എന്നുള്ള ഭീതിയിൽ, ഉത്തരേന്ത്യയിൽ തനിക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഒരു ഭീതിയിലാണ് അദ്ദേഹം കേരളത്തിൽ വന്നത്. പക്ഷേ ആ സമയം പോലും അല്ല. ഇപ്പം ഇന്ത്യ സഖ്യം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പല സ്റ്റേറ്റുകളിലും ധാരണയായി കഴിഞ്ഞു. അപ്പം അതും കൂടി ആകുമ്പോൾ രാഹുൽ ഈ പറയുന്ന പേടിച്ചോടേണ്ട ഒരു സാഹചര്യം. ഇപ്പം റായ്ബറേലിയിൽ സീറ്റ് ഉറപ്പാക്കുന്നു. ഇപ്പൊ കേരളത്തിൽ മത്സരിച്ചില്ലെങ്കിലും ഇപ്പൊ കർണാടകയിൽ മറ്റൊരു സീറ്റ് നോക്കുകയാണെങ്കിലും ഒക്കെ എന്താണ് തെറ്റ് എന്ന് തോന്നിപ്പിക്കാം. പക്ഷെ കേരളത്തിലെ നേതാക്കൾക്കാണോ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് പോകുന്നതിൽ കൂടുതൽ പേടിയുള്ളത്? തീർച്ചയായിട്ടും കേരളത്തിൽ അവർക്ക് ജയിച്ചു കയറണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അനിവാര്യമാണെന്നുള്ള ചിന്ത അവർക്കുണ്ട്. ഇനി രാഹുൽ ഗാന്ധി വാദത്തിന് വേണ്ടി വയനാട്ടിൽ നിന്നാൽ പോലും 2019 ഒരു എഫക്റ്റ് 1% പോലും ഉണ്ടാകത്തില്ല. അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയിലെ ഏറ്റവും ശക്തിയായ ഒരു നേതാവിന് എതിരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. എന്തിനാണ് ഭയന്നോടുന്നത്? അദ്ദേഹം ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം തെലങ്കാനയിൽ നിന്ന് എയ്തർ തെലങ്കാന ഓർ കർണാടക, തെലങ്കാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്, അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി ആനിരാജയെ രാഹുൽ ഗാന്ധി ഭയപ്പെടണം. കാരണം ആനിരാജ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ എവിടെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങളിൽ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ആനിരാജ. മണിപ്പൂരിലെ നരഹത്യ നടന്നപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാർ തടഞ്ഞെങ്കിലും ധീരമായി സാഹസികമായിട്ട് മണിപ്പൂരിലെത്തി ജനങ്ങൾക്കിടോടൊപ്പം നിന്നൊരു നേതാവാണ് ആന്റണി രാജ. ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള വയനാടിനെ സംബന്ധിച്ചുള്ള ആന്റണി രാജയുടെ വരവ് അതിശക്തമായ രീതിയിലുള്ള ഒരു ഫൈറ്റിലേക്ക് രാഹുൽ ഗാന്ധിയെ വലിച്ചഴിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ മത്സരിക്കാനായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ട് കോൺഗ്രസിന് വലിയ വിഷയമാണ്. എന്താന്ന് വെച്ചാല് അവർ 1-2 യുവ നേതാക്കളുടെ കാര്യങ്ങൾ പരിഗണിച്ചെങ്കിലും KC വേണുഗോപാൽ തന്നെ ഒന്ന് മത്സരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ നേതാവ് മത്സരിച്ചാൽ തങ്ങൾക്ക് രക്ഷപ്പെടാവുന്നൊരു മിഥ്യാധാരണ അവർക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് 1% പോലും താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാ? KC വേണുഗോപാൽ ആലപ്പുഴ തന്നാൽ ജയിക്കാനുള്ള സാധ്യത തുലവും. അല്ല, അങ്ങനെ 2 ദേശീയ നേതാക്കൾ വരില്ല എന്ന് വിചാരിക്കാൻ. ഇപ്പൊ KC ആണ് കൺഫേം ചെയ്യുന്നതെങ്കിൽ എന്തായാലും രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതയും കാണുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ LDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ നമുക്കറിയാം ഈ മുസ്ലിം കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട് എന്നുള്ളത്. 4 പേരെയാണ് LDF ഇറക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ശ്രദ്ധിക്കേണ്ടതില്ലേ? കോൺഗ്രസ് MP-മാരിൽ നിലവിൽ ആരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരില്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2019 അത്ര ഈസി അല്ല നിലവിൽ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നത്. അപ്പം ആ വിഷയങ്ങളിലൊക്കെയുള്ള ശ്രദ്ധ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏതു തരത്തിലാണ് കോൺഗ്രസിൽ നടക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഏത് കാലത്തും മുന്നോട്ട് വെച്ച ചില പരിഗണനകളുണ്ട്. അതാരെങ്കിലും പറഞ്ഞു തന്നിട്ടല്ല. നമ്മൾക്കറിയാം, ഈ രാജ്യത്തിൽ 10 വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ 2-3% മാത്രമുള്ള സിഖ് സമുദായത്തിന്റെ പ്രതിനിധിയാണ്. കോൺഗ്രസ് അവിടെ പരിഗണിച്ചത് ആരെങ്കിലും ജനറൽ ചർച്ചയ്ക്ക് വന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഏതെങ്കിലും എഡിറ്റോറിയൽ ബോർഡിനകത്തിരുന്ന ചർച്ച കൊണ്ടും അല്ല. അത് കോൺഗ്രസിന്റെ പരിഗണനയാണ്. കോൺഗ്രസ് കേരള സംസ്ഥാനത്ത് AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും, ന്യൂനപക്ഷത്തിന്റെ ഭാഗമായ AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രിമാരാക്കിയത് ആരും പറഞ്ഞിട്ടില്ല. CH മുഹമ്മദ് കോയെ സപ്പോർട്ട് ചെയ്തത് ആരും പറഞ്ഞത് കൊണ്ടല്ല. അതിന് കോൺഗ്രസിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. കോൺഗ്രസിൽ KPC പ്രസിഡന്റായിട്ട് TO ബാവ വന്നിട്ടുണ്ട്, MM ഹസൻ വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ പരിഗണനയാണ്. അതിനാരെങ്കിലും ഉപദേശിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിന് ദയവ് ചെയ്ത് ഉപദേശങ്ങൾ ലഭ്യം. കോൺഗ്രസിനുള്ള ഏക
രാജ്യസഭ MP ഏതാണ് എന്ന് നമുക്ക് അല്ല, അതൊരു സ്വാഭാവിക തീരുമാനങ്ങളായിട്ടാണോ താങ്കൾ പറയുന്നത്? കോൺഗ്രസിന് അങ്ങനെ ഒരു കാര്യത്തിൽ, അതായത് ഇന്ന സീറ്റ് ഇന്ന ജാതിക്കാണ്, ഇന്ന മതത്തിനാണ് എന്ന തരത്തിലുള്ള ഒരു റിസർവേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. കോൺഗ്രസ് അത് ഈ തവണ ഒരാൾ മത്സരിച്ചു, അടുത്ത തവണ അതേ ജാതിക്ക് അതേ കാസ്റ്റിന് എന്നല്ല കോൺഗ്രസ് പരിഗണന. എനിക്ക് അതിൽ ചെറിയ സംശയമുണ്ട് ശ്രീ നിജേഷ്. അങ്ങനെ അതുകൂടി അടിസ്ഥാനമാക്കിയല്ലേ ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയങ്ങളിൽ അതുകൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ? ഓരോരോ സ്ഥാനങ്ങളിലൊക്കെ അത് ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള ജാതി ഇല്ലെങ്കിൽ മതവും ഒന്നും നോക്കാതെയാണ് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നത്, ഒരു സ്ഥാനം കൊടുക്കുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ ആദ്യത്തെ വാക്ക് ഞാൻ പറഞ്ഞെന്താണ്, കോൺഗ്രസ് എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ്. ആ കൺസിഡറേഷനോട് കൂടി മാത്രമേ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുകയുള്ളൂ. അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക MP സ്ഥാനത്തിനോ MLA സ്ഥാനത്തിനോ അല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഓർഗനൈസേഷന്റെ അകത്ത് വരെ എല്ലാവർക്കും എപ്പോഴും പ്രാതിനിധ്യം കൊടുക്കും. നമുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ അവസരങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ആരെയാണ്, പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത് ആരെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതും കോൺഗ്രസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗജാന്തരം വ്യത്യാസമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് ഒരു സോഷ്യൽ ബാലൻസിങ് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, അത് ഈ കാലത്തിലും ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ, പിന്നെ ആരെങ്കിലും ഒക്കെ ഉപദേശിച്ച് പേടിയാണ്, മനസാക്ഷി സൂക്ഷിപ്പ്, കെ.സി. വേണുഗോപാലിന്റെ സ്വകാര്യങ്ങളൊക്കെ പറയാൻ അർഹതയുള്ള ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നില്ല. കെ.സി. വേണുഗോപാൽ മനസ്സിൽ കാണുമ്പോഴേക്കും മാനത്ത് കാണുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഒഴിവുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാവുന്നതാണ്. കാരണം AI കാലഘട്ടത്തിൽ അതിനേക്കാൾ ബുദ്ധിയുള്ള, അതിനേക്കാൾ വിവരമുള്ള, അതിനേക്കാൾ ദീർഘദൃഷ്ടിയുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകളാണല്ലോ നമ്മൾക്ക് വേണ്ടത്. തൽക്കാലം ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ഉപദേശം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കണ്ണൂരിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും വയനാട്ടിലുമൊക്കെ കൃത്യമായ സ്ഥാനാർത്ഥികളൊരു തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഏറെ മുന്നിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് ഇന്ത്യ ലീഗിന്റെ കാര്യത്തിൽ ഇപ്പൊ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ലീഗ് ഒരു ബാധ്യതയാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നോട്ടം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിനുണ്ടോ? ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. എത്ര തവണ പ്രസ് മീറ്റ് വിളിച്ച് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ പോലും അതിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സാധാരണ ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ഘടകങ്ങളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ സാധ്യതയില്ലേ? മറ്റൊന്ന്, കേന്ദ്രം ഭരിക്കുന്നത് ഇനിയുള്ള വർഷങ്ങൾ ആരായിരിക്കും എന്നത് ഭരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ബോധ്യമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെ നിഷേധിക്കുമോ? ഞാനതിനെ നിഷേധിക്കും. ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു മാസമായി കോൺഗ്രസിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന്, പ്രത്യേകിച്ചും നമ്മുടെ രാജസ്ഥാൻ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്ന ഏറ്റവും വലിയ ഒരു ആരോപണം കോൺഗ്രസ് ഘടകകക്ഷികളെ ഗൗനിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ ചില ചാനലുകൾക്കകത്ത് എഡിറ്റോറിയൽ ബോർഡിനകത്തുള്ള ചർച്ചയ്ക്കകത്ത് പറഞ്ഞത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്തിന് ഈ സമയത്ത് റാലി നടത്തി എന്ന് ചോദിച്ച ആളുകളുണ്ട്. അദ്ദേഹം ഇലക്ഷനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങൾ ആ സമയത്ത് വളരെ ലളിതമായി പറഞ്ഞിരുന്നു, കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരു മെക്കാനിസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങള് കഴിഞ്ഞ മാസം 4-ാം തീയതി മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം 16ാമത്തെ സംസ്ഥാനത്തിലാണ് വന്നത്. എല്ലാ സംസ്ഥാനത്തും പോയിട്ടുണ്ട്. മറുഭാഗത്ത് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിനെ രൂപപ്പെടുത്താനും അവരുടെ സീറ്റ് ഷെയർ സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, ഒരിക്കലും യോജിക്കില്ല എന്ന് വിചാരിച്ച സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സീറ്റ് ഷെയറിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 സീറ്റ് എന്ന് പറഞ്ഞത് 17 സീറ്റിലേക്ക് വന്നു കഴിഞ്ഞു. അലഹബാദിലെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഭാരത് ന്യായ യാത്രയിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം ചരിത്രത്തിലാദ്യമായി BJP ഗവൺമെന്റിനെതിരെ അവിടെയുള്ള ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ എന്ന ഒറ്റ വിഷയത്തിന്റെ പേരിൽ ഒത്തുകൂടുന്ന ഒരു ഞാനൊന്ന് ഇടപെടുകയാണ്. മറ്റൊന്നുമല്ല, പാണക്കാട് യോഗത്തിന് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. എന്താണെന്ന് കേട്ടതിന് ശേഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. all of Tamil Nadu, Kerala, India, you can understand. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ UDF തെരഞ്ഞെടുപ്പിന്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗും
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ 1-2 ആഴ്ചയായി UDF-മായി ഘടകകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ്ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് അതിപ്പോൾ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണിത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെന്ററി രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് 3 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് നിർത്തുന്നത്. ആ 3 സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ്. അതിൽ കേരളത്തിൽ നിന്ന് 2 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക. തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ UDF-ന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ അവിടെ DMK-യുമായിട്ട് യോജിച്ചു നിന്നുള്ള മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ E.T. മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുൽ സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് സിറ്റിംഗ് MP ആണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കേരളത്തിൽ UDF-ന്റെ 20 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ DMK മുന്നണിയായി ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ചെയ്യാനുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദ്വേഷത്തിൻ്റെയും എന്നതുപോലെ തന്നെ അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗവാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാജ്യസഭാ സീറ്റിന് വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും. ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ്. അതിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് അപ്പോഴത്തെ കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ. അതിന്റെ സമയമാകുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ഞങ്ങളെല്ലാ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. You can say about Tamil Nadu. One word, 1 or 2 words. Tamil Nadu. As far as Tamil Nadu is concerned, as our national leader, Imam al-Hind, Sadiq Ali Shah Tangal has rightly said, some 1 month before, under the presidency of Sadiq Ali Shah Tangal,
the political advisory committee met in Kerala, and that committee we decided to open discussions with UDF, DMK in Tamil Nadu, UDF in Kerala, in other states, possibly with people of India Alliance people. Therefore, in that way, we opened discussion with DMK, and we demanded only one seat in Tamil Nadu. That specifically we said Ramnad should be allotted to us, because the Ramnad people as well as Muslim Leaguers and DMK people and alliance parties also, they said it is better to have Ramnad constituency. Therefore, we insisted Ramnad constituency should be allotted to Indian Muslim League. That's one thing. Then we said from 1952 onwards in Tamil Nadu, DMK helped us to send one person to Rajya Sabha, starting from Qaidamillat, ending with Rifai Sahib, and so many people are also there. Qaidamillat was there, Abdul Samad was there, Rifai was there, Azam Baidin was there. For about 30 years, that continuity of sending one member to Rajya Sabha by DMK continued. Then after, due to political situations, that come to an end. Therefore, we made the demand to DMK leadership that വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ജോർജ് പടിപ്പാറ, ഇവിടെ ലീഗ് വഴങ്ങിയിരിക്കുന്നു 3 സീറ്റ് എന്ന് ആദ്യം താങ്കൾ പറഞ്ഞപ്പോൾ വിചാരിച്ചത് 3 സീറ്റോ എന്ന് പറഞ്ഞ് ഞെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 3 സീറ്റിൽ 2 കേരളത്തിലും 1 തമിഴ്നാട്ടിലുമാണ് എന്നൊക്കെ പറയുന്നത് പിന്നീട്. ഇപ്പം ഇത് 2019 അന്ന് ഹൈദരലി ശിഹാബ് തങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം ഇരുന്ന് പറഞ്ഞത് BJPക്കെതിരെ ഒറ്റകക്ഷിയാകാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് അനിവാര്യമായതുകൊണ്ട് 3ാം സീറ്റിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന്. പക്ഷേ ഇതിപ്പോ എന്താണ് വിട്ടുവീഴ്ച ചെയ്തത് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അത് കൃത്യമായിട്ട് നമുക്ക് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടും UDF മുന്നണി കൂടുതൽ പരിക്കില്ലാതെ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയാ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഒരു ഹാർമണിയിൽ പോകാനുള്ള ആ ഒരു മനസ്സുകൊണ്ട് ലീഗ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ ലീഗ് അംഗീകരിച്ചൊരു കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് ലീഗിന് എന്നുള്ള കാര്യം ഒരു ഉറപ്പ് വരുത്തുകയും ചെയ്തു. രാജ്യസഭാ സീറ്റിലൊക്കെ ശരിക്കും ലീഗ് ആ കാര്യത്തിൽ എത്ര ഉറപ്പായിരിക്കും ലീഗിന് കൊടുത്തിട്ടുണ്ടാവുക? കാരണം എപ്പോഴാണ് ഇനി ഒരു രാജ്യസഭാ സീറ്റ്? അത് ജൂണിലാണല്ലോ അത് വരുന്നത്. ഇപ്പൊ ലീഗിന് ആ കാര്യത്തിൽ ഒരു ഉറപ്പുള്ള രീതിയിലാണ് ഇപ്പൊ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അതിനിപ്പോ ആ സമയത്ത് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. അതായത് 5ാം മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ലീഗ് വലിയ ആവശ്യം ഉയർത്തിയപ്പോ അത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു അങ്കലാപ്പ് അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഇന്നുവരെ ഇപ്പോഴും അതിന്റെ ഒരു തുടർ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പ്രധാന ന്യൂനപക്ഷമായ ക്രൈസ്തവരും UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കാണ്. അപ്പോ ലീഗിന്റെ ആവശ്യങ്ങൾക്ക് അമിതമായി വഴങ്ങുന്നു. ലീഗ് അനാവശ്യമായിട്ടുള്ള ബാർഗൈനിങ് നടത്തി കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു. ഒരു സമ്മർദ്ദ ശക്തിയായി UDFലെ ഒരു സമ്മർദ്ദ ശക്തിയായി ലീഗ് മാറിക്കൊണ്ട് ലീഗ് എപ്പോഴും സ്ഥിരമാക്കിയിരിക്കുന്നു. ഈ കടുത്ത തീരുമാനം എല്ലാ ഇലക്ഷന് മുമ്പും സ്ഥിരമാക്കിയിരിക്കുന്നു ലീഗ് എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ സജീവൻ, നിലവിൽ ഇപ്പോൾ ഇപ്പം നമ്മൾ അറിഞ്ഞു 2 സീറ്റ് മാത്രമാണ് ലീഗിന് എന്നുള്ളത്. പക്ഷെ വയനാട് ലക്ഷ്യം ഉണ്ടായിരുന്നു ലീഗിനെ സംബന്ധിച്ച്. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ താങ്കളുടെ ഒരു നിരീക്ഷണം വെച്ച് എങ്ങനെയായിരിക്കും? ഇപ്പൊ MM ഹസന്റെ പേരൊക്കെ വയനാട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിലും ലീഗിന്റെ കോട്ടയായ വയനാട് എന്ന് തന്നെ നമുക്ക് അതിനെ പറയേണ്ടി വരും. അപ്പം അവിടെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആനി രാജയ്ക്ക് എതിരാകും? അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ഇവിടെ പ്രധാനമായി സാമുദായിക സമവാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആലപ്പുഴ സീറ്റിൽ അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ടാവും UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ? നമ്മൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനൊക്കെ താരതമ്യപ്പെടുത്തിയാണ് 2019 തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ നേരത്തെ പൊടിപ്പാറ് പറഞ്ഞ പോലെ ആലത്തൂർ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഉണ്ടാവുക? അവിടെ ശബരിമലയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ മൊത്തമായിട്ട് അന്നുണ്ടായിരുന്നത് ഒരു വിചാരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അതിപ്പോഴില്ല. അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇപ്പോ വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും
പഴയതുപോലെ 2019 പോലെ അത്തരം ഒരു തരംഗം ഉണ്ടാവില്ല. പിന്നെ സാധാരണ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് മാറും, പോരാട്ടങ്ങൾ നടക്കും, ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ ആനി രാജയ്ക്കെതിരെ നിർത്തേണ്ട സ്ഥാനാർത്ഥി ശക്തയല്ലെങ്കിൽ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സത്യൻ മൊകേരി അവിടെ പിടിച്ചു കുലുക്കിയിട്ടുള്ള സ്ഥലമാണ്. UDF-ന്റെ മണ്ഡലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതി അവിടെ LDF-നുണ്ട്. പലപ്പോഴും LDF അവിടെ ഒറ്റക്കെട്ടായിട്ട് ശക്തമായിട്ട് നിന്ന സമയത്ത് ഇപ്പോഴും പല വയനാട്ടിലെ പോലെ നിയമസഭാ മണ്ഡലങ്ങൾ പലതും അവരുടെ കയ്യിലേക്കാണ് പോയത്. അപ്പൊ ആ പ്രശ്നമുണ്ട്. അപ്പൊ ആകെ ഈ ഏറനാടും നിലമ്പൂരും മാത്രമായി പണ്ട് UDF-ന്റെ കയ്യിലായിരുന്നു, ബാക്കിയെല്ലാം LDF-ന്റെ കയ്യിലേക്ക് പോയിരുന്നില്ല. നിലമ്പൂർ പോലും പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സ്ഥലത്തേക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. MM ഹസനെ പോലെ ഒരാൾ വന്നുകൊണ്ടൊന്നും അത് ജനങ്ങളെ സ്വാധീനിക്കാവുന്ന, മുസ്ലിം ആണ് എന്നതുകൊണ്ട് സ്വാധീനിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാവണമെന്നില്ല. അപ്പൊ അതൊരു പ്രശ്നം തന്നെ. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പിന്നെ ആര് എന്ന് പറയുന്ന പ്രശ്നമാണ്. അത് വയനാടിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളുടെയും. ആലപ്പുഴയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു സുനാമി, അത് ശബരിമല സുനാമി ആണെങ്കിലും രാഹുൽ ഗാന്ധി സുനാമി ആണെങ്കിലും ഇത്രയൊക്കെ ശക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ആലപ്പുഴ പിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ബാക്കിയുള്ള എല്ലാ 19 മണ്ഡലങ്ങളും പോയിട്ടും ആലപ്പുഴ പിടിച്ചു നിന്നില്ലേ? അപ്പൊ അവിടെ അത്തരം സ്ഥലത്ത് അവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും വേണുഗോപാൽ തന്നെയാണ്. കാരണം അവിടെ അദ്ദേഹം പഴയ MP ആണ്. ഇപ്പൊ വേണമെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറെ കൂടി ശക്തിയുണ്ട്. അതല്ലാതെ ആലപ്പുഴയിൽ നിന്ന് പരിഗണിക്കപ്പെടാവുന്ന, എനിക്കറിയാവുന്ന ഈ ആളുകളുടെ പേരൊക്കെ ഞാൻ വെച്ച് നോക്കിയിട്ടും അതൊരു വലിയ സാധ്യതയായി കാണുന്നില്ല. അപ്പൊ അവിടെ ആലപ്പുഴയിലേക്ക് ഒരു വിന്നബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടണമെങ്കിൽ അത് കുറച്ച് പരീക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് വേണുഗോപാലിന്റെ പേരൊക്കെ പറയുന്നത്. അതേപോലെയാണ് വയനാട് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പോലും വലിയ പ്രശ്നമുണ്ട്. കാസർഗോഡിന്റെ കാര്യത്തിലും കണ്ണൂരിന്റെ കാര്യത്തിലും വടകരയുടെ കാര്യത്തിലൊക്കെ പ്രശ്നമാണ്. വടകരയുടെ കാര്യം നമുക്കറിയാവുന്നല്ലോ. ഇപ്പൊ ഒരു ഇരയല്ല KK ശൈലജ എന്ന് മുരളി പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അവര് CPM-ന് വെക്കാവുന്ന ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല പലപ്പോഴും രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വീണ്ടും അവരുടെ LDF-ന്റെ കയ്യിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, മലയാള മനോരമ ന്യൂസിന്റെ സർവേയിൽ ആദ്യം കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു സർവേ 2-3 മാസം മുമ്പേ അവര് പറയുന്ന മണ്ഡലങ്ങൾ ആദ്യം UDF നഷ്ടപ്പെടാവുന്ന ഒരു മണ്ഡലമായിട്ടാണ് വടകരയിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം. പക്ഷെ വടകരയിൽ ശ്രദ്ധിക്കേണ്ടത് മുരളീധരനുള്ള ബന്ധങ്ങൾ കൂടിയാണ്. ഇപ്പം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ലീഗ് ഇത്രയ്ക്ക് അർഹരായിട്ട് മുന്നണിയിൽ മറ്റാരും ഇല്ല 3ാം സീറ്റ് ചോദിക്കാൻ എന്നുള്ള തരത്തിലൊക്കെയാണ് K മുരളീധരൻ സംസാരിച്ചത്. അപ്പം അങ്ങനെ ചേർത്ത് പിടിക്കുന്ന കുറെ ബന്ധങ്ങൾ കൂടിയുണ്ട് മുരളീധരൻ അവിടെ. അതുകൊണ്ട് കാര്യമായില്ല. ഇപ്പൊ മുരളീധരൻ ഈ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ലീഗിന് അനുകൂലമായിട്ട് K മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്? കാരണം അങ്ങ് കൊടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അദ്ദേഹം വടകര കൊടുക്കാനുള്ള താല്പര്യത്തിൽ പറഞ്ഞല്ല, ലീഗിന്റെ താല്പര്യം വെച്ചുകൊണ്ട് പോലും പറയുന്നതല്ല. അദ്ദേഹത്തിന് അറിയാം വടകര പോലുള്ള മണ്ഡലത്തിൽ ലീഗിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലീഗിന്റെ പരമാവധി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അവിടെ ജയിക്കൂ. നമുക്കറിയാം ആദ്യത്തെ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയം ഞാൻ ഇവിടെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ തയ്യാറായത്. അപ്പൊ അങ്ങനെ ഒരു പിന്തുണ അവിടെ ആദ്യത്തെ ഘട്ടത്തിൽ മുല്ലപ്പള്ളിയെ ജയിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. രണ്ടാമത് ഉള്ള ജയവും മുസ്ലിം ലീഗിന്റെ പിന്തുണയിലാണ്. മുരളീധരന്റെ ജയമൊക്കെ അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടാവേണ്ട സ്ഥാനാർത്ഥി ഇപ്പുറത്ത് ശക്തനാണോ ശക്തയാണോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മുരളീധരന് ഏറ്റവും കൂടുതൽ നേരിടാവുന്ന വെല്ലുവിളി സ്ഥാനാർത്ഥിയുടെ പേഴ്സണാലിറ്റിയാണ്, സ്ഥാനാർത്ഥിയുടെ ശക്തിയാണ്. അവിടെ
ലീഗിന്റെ പിന്തുണ കൂടി കിട്ടണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ശരി, ശ്രീ റജി ലൂക്കാസ്, ഇവിടെ ഇപ്പം നേരത്തെ കേരളത്തിലെ MP-മാരുടെ കാര്യം, ഓരോ മണ്ഡലത്തിലും അവർ നേരിടാൻ പോകുന്ന ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ LDF ഇവിടെ ഇപ്പം ദേശീയ തലത്തിലല്ല കേരളത്തിലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കാറുള്ളതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വലിയ അടിയായി നിൽക്കുന്ന കൂടി പല വിഷയങ്ങളുമുണ്ട്. LDF-ന് നേരിടേണ്ടി വരുന്ന പല ചോദ്യങ്ങളുമുണ്ട്, ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ, പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ വാർഡുകൾ പിടിച്ചെടുക്കാൻ പറ്റി എന്ന് പറഞ്ഞൊന്നും വോട്ട് പിടിക്കാൻ, അത്രയും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ സാധിക്കില്ല. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടിയായിരിക്കും LDF നൽകാൻ പോകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്പം സമയം അനുവദിക്കണം. ഒന്ന്, UDF-ന്റെ 18 MP-മാര് കേരളത്തിൽ നിന്ന് ജനങ്ങളുടെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും വോട്ട് നേടി രാഹുലിന്റെ തരംഗത്തിൽ വോട്ട് നേടി ലോക്സഭയിൽ എത്തിയിട്ട് കേരളത്തിന് വേണ്ടി ഇവരെന്ത് പ്രവർത്തിച്ചു? നിശബ്ദരായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം MP-മാര്. കേരളത്തിനെ എതിർക്കുന്നതിൽ നിന്ന് അവർ മുന്നിലായിരുന്നു. കേരളത്തിന്റെ വികസന പദ്ധതികൾ മുഴുവനും തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി കേന്ദ്രമന്ത്രിമാരെ കാണുന്ന ഒരു തൊഴിലായിരുന്നു പ്രത്യേകിച്ച് ഈ കോൺഗ്രസിന്റെ 15 MP-മാരെടുത്തത്. അത് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് കേരളയിൽ പോലെയുള്ള കേരളത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു പദ്ധതിക്കെതിരെ പരസ്യമായ നിലപാടെടുത്ത കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ ഈ വോട്ടെടുപ്പിലൂടെ വിചാരണ ചെയ്യും, ഒരു തർക്കവുമില്ല. രണ്ടാമത്തതാണ് ഏറ്റവും വലിയ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ കാണിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള പ്രവർത്തികൾക്കെല്ലാം പിന്തുണ കൊടുക്കുകയായിരുന്നു ഈ കോൺഗ്രസിന് MP-മാര്. 57,400 കോടി രൂപ കേരളത്തിന്റെ തടഞ്ഞു വെച്ചതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ കണ്ട് അത് കേരളം പറയുന്ന വെറും അവകാശവാദമാണെന്ന്, കേവലം 3000 രൂപയെ BJP കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാൻ ഉള്ളൂ എന്ന് പരസ്യമായിട്ട് പറഞ്ഞ 6 MP-മാര് കോൺഗ്രസിനുണ്ട്. പിന്നെ ഇവർ ആരെ പ്രതികരിച്ചാണ് ഡൽഹിക്ക് പോയത്? അതുകൊണ്ട് ഇവർക്ക് എന്തിനാണ് വോട്ട് ചെയ്യണമെന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് പറയാം. 68 അംഗങ്ങളുള്ള ഹിമാചൽ പ്രദേശിലെ നിയമസഭയിൽ അവിടെ 40 MLA-മാരുണ്ട് കോൺഗ്രസിന്. ഇന്നലെ, അതായത് ഈസി ആയിട്ട് ഒരു കോൺഗ്രസിന്റെ നോമിനിക്ക് അവിടുന്ന് ജയിച്ച് രാജ്യസഭയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉള്ളപ്പോൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ വിജയിച്ച് രാജ്യസഭയിലേക്ക് പോകുന്നത്. അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന അവരുടെ കരുത്തരായ വക്താവിനെ അവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ വോട്ടുകൾ ഈ പറയുന്ന കോൺഗ്രസ് മറിച്ചിരിക്കുന്നു BJP-ക്ക് വേണ്ടി. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വിശ്വസ്തതയില്ലാത്ത CPM-ന്റെ MP എന്തിനാണ് കേന്ദ്രത്തിലേക്ക് പോയിട്ട് എന്താണെന്ന് ചോദിക്കുന്ന മനുഷ്യരുമുള്ള നാടാണ് നമ്മുടേത്. അല്ല, അതിനുള്ള മറുപടി തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം പാർലമെന്റ് വരണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ MP-മാരുടെ എണ്ണം കൂട്ടണം. ഇനി രണ്ടാമത്തെ വസ്തുതയിലേക്ക് വരാം. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ അനൗൺസ്മെന്റ് നമ്മൾ കണ്ടു. അത് തന്നെ ഈ BJP-യുടെ ചങ്കിടിക്കും, ക്ഷമിക്കണം, കോൺഗ്രസിന്റെ. എന്താ പറഞ്ഞത്? ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്നും ഭയന്ന് മലപ്പുറത്തേക്ക് വരുന്നു, സമദാനി പൊന്നാനിയിലേക്ക് പോകുന്നു, മൂന്നാമതൊരു സീറ്റില്ല. പിന്നെ എന്തിനാണ് മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ഇവർ കടുംപിടുത്തം പിടിച്ചത്? അവസാനം അവർ പറഞ്ഞു രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് ഞങ്ങള് സമവായത്തിൽ എനിക്ക് തോന്നുന്നു നിജേഷിനോടാണ് ചോദിക്കേണ്ടതെന്ന് തോന്നുന്നു. സമയത്തിന്റെ പ്രശ്നം കൊണ്ടുകൂടിയാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ നിജേഷ്, ഞാനത് കണ്ടിന്യൂ ചെയ്തോട്ടെ. നിജേഷ് പറഞ്ഞു തരാൻ വേണ്ടില്ല. പക്ഷെ രാജ്യസഭാ സീറ്റ് ഇവർക്ക് എവിടെ കിട്ടുന്നു? രാജ്യസഭാ സീറ്റ് ജൂണിൽ ഒഴിവ് വരുമ്പോൾ ഇവർക്ക് ഒരെണ്ണം കൊടുക്കുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ജനകീയ അടിത്തറയ സമസ്ത, അതിലെ 90% അണികളും ഈ പാർട്ടിക്ക് എതിരായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഭയന്ന് വിറച്ച് മുരളീധരൻ ഇവരെ പിന്തുണച്ചിരിക്കുന്നത്. ഏതാണ്ട് 6 മണ്ഡലങ്ങളിൽ നിർണായകമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വോട്ട്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ നിജേഷ്, താങ്കൾ പറഞ്ഞോളൂ, എന്തുകൊണ്ട് ലീഗിന് സീറ്റ് കൊടുത്തില്ല? രാജ്യസഭാ സീറ്റ് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇത്രയും കടുംപിടുത്തം പിടിച്ച ലീഗിന് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല, 3ാം സീറ്റ്? ഇല്ല, മുന്നണിക്കകത്ത് ചർച്ചകൾ ഉണ്ടാവും. ആ ചർച്ചകൾ തീരുമാനമുണ്ടാവും. തീരുമാനം ഇപ്പൊ ഉണ്ടായി. ഇനി കുറെ കാലമായി കാത്തിരുന്ന, ചോര കുടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് തൽക്കാലം റെസ്റ്റ് എടുക്കാം. ഇത് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അത് ഇപ്പൊ വടകരയിൽ നേരത്തെ ശ്രീ സജീവേട്ടൻ പറഞ്ഞു, വടകരയിൽ ശൈലജയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. ഞങ്ങൾ അവിടെ പറയുന്നത്, എനിക്കും സജീവേട്ടനും വളരെ നേരിട്ടറിയാവുന്ന വടകരയിലെ 1ാമത്തെ ചർച്ച, അത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ CPM-ന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ 2044 വരെ ഈ പ്രതികളെ പരോൾ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് പുറത്ത് എടുക്കരുത് എന്ന് പറഞ്ഞ, അതായത് ഇഷ്ടംപോലെ സമയം പരോൾ കൊടുത്ത് ആ പരോളിന്റെ സമയത്ത് MLA ശംഷീറിനെ കൊണ്ട് അയച്ച് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത ആ പ്രതികൾ, മയക്കുമരുന്ന് കേസിൽപ്പെട്ട റിയൽ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരുന്ന കൊട്ടേഷൻ എടുത്ത ഈ പ്രതികളെ പുറം കാണിക്കരുത് എന്ന കോടതി വിധിയാണ് വടകരയിലെ 1ാമത്തെ ചർച്ച.
രണ്ടാമത്തെ ചർച്ച അഴിമതിയാണ്. ആ അഴിമതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ അഴിമതി കോവിഡ് കാലത്ത് 500 രൂപയ്ക്ക് കിട്ടേണ്ട PPE കിറ്റ് 1500 രൂപയ്ക്ക് കോടിക്കണക്കിന് രൂപ ചെലവാക്കി വാങ്ങിയ അന്നത്തെ ആരോഗ്യമന്ത്രിയെ പറ്റി ഞങ്ങൾക്ക് ചർച്ച ചെയ്തേ മതിയാവൂ. 4 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് 10 രൂപയ്ക്ക് വാങ്ങിയ കേരള സർക്കാരിനെ പറ്റി ചർച്ച ചെയ്തേ മതിയാവും. പിന്നെ സ്വാഭാവികമായി പെൻഷനെ പറ്റി കഴിഞ്ഞ തവണ ഈ നേരത്തെ CPM-ന് വേണ്ടി സംസാരിച്ച അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കിറ്റ് കിട്ടിയില്ലെന്ന്. ആ കിറ്റിനെ പറ്റി ഇങ്ങനെ ജനങ്ങളെ നേരിട്ട് മതി പാചകവാതകം. ഇതേ വിമർശനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മട്ടന്നൂരിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടി ജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് KK ശൈലജ. അല്ല, മട്ടന്നൂരിൽ ജയിച്ചു എന്നുള്ളതിനെ അംഗീകരിക്കുന്നു. മട്ടന്നൂരിലെ സ്ട്രക്ചർ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതേ ഭൂരിപക്ഷം നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ CPM-ന്റെ ഉറച്ച കോട്ടകളിൽ നിന്ന് ജയിച്ചത് വടകരയിൽ ജയിക്കാൻ പറ്റുന്നു. വടകരയുടെ വിഷയമാണ് പറയുന്നത്, മട്ടന്നൂരിലെ വിഷയമല്ല പറയുന്നത്. സ്വാഭാവികമായി 420 രൂപയാണ് UPA ഭരിക്കുമ്പോൾ ഗ്യാസിന്റെ വില. അന്ന് ഗ്യാസും കുറ്റിവെച്ച് സമരം ചെയ്ത ആളുകളുണ്ട്, അന്ന് അടുപ്പ് കൂട്ടി സമരം ചെയ്ത ആളുകളുണ്ട്, ചക്രസ്തംഭന സമരം നടത്തിയ ആളുകളുണ്ട്. അവരൊന്നും പിന്നെ കണ്ടിട്ടില്ല. 1150 ആയപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 110 രൂപയുടെ പകുതി വിഷയങ്ങൾ ഗ്രൗണ്ടിൽ കാണാം എന്ന് തന്നെ പറയുകയായിരിക്കും മിക്കവാറും ഇടത് വിഭാഗം. താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉടൻ തന്നെ വരുമെന്നും പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ റിജുമോൻ ലൂക്കോസ്, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ A. സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. നന്ദാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ജനകീയ ചർച്ചാ സദസ്സിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള 100-ലേറെ പേർ പങ്കെടുക്കും. ഇന്ന് പൊതുസമ്മേളനം ഉണ്ടാകില്ല. നാളെ വൈകുന്നേരം 4:30-ക്കാണ് പുത്തരിക്കണ്ടത്തെ ഉമ്മൻചാണ്ടി നഗറിൽ സമാപന സമ്മേളനം. 3ാം സീറ്റ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് ഇന്നറിയാം. മലപ്പുറം, പൊന്നാനി പാർലമെന്റ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം ഇന്ന് പാണക്കാട് ചേരും. 3ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസ് വാഗ്ദാനത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് യോഗശേഷം പ്രഖ്യാപിക്കും. പൊന്നാനിയിലും മലപ്പുറത്തും നിലവിലെ MP-മാർ പരസ്പരം മാറി മത്സരിക്കുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണി. സ്ഥാനാർത്ഥികൾ പ്രചരണം സജീവമാക്കും. ആദ്യഘട്ടത്തിൽ ഏറെ മുന്നേറാമെന്ന പ്രതീക്ഷയിൽ ഇടത് ക്യാമ്പ്. വടകരയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന LDF സ്ഥാനാർത്ഥി KK ശൈലജ. പാർലമെന്റിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല. വടകരയുടെ വികസനവും മതേതരത്വവുമാണ് ചർച്ചാ വിഷയമെന്നും KK ശൈലജ. പത്തനംതിട്ട പഴയ പത്തനംതിട്ടയല്ലെന്ന് തോമസ് ഐസക്. ഇത്തവണ LDF വിജയിക്കുമെന്നതിൽ സംശയം വേണ്ടെന്നും ഐസക്. ആറ്റിങ്ങലിൽ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയ്. ശക്തമായ മത്സരത്തിൽ UDF-ൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. BJP-യുടെ വർഗീയ വേരോടില്ലെന്നും വി ജോയ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗമായിരിക്കുമെന്ന് മലപ്പുറം LDF സ്ഥാനാർത്ഥിയും DYFI സംസ്ഥാന പ്രസിഡന്റുമായ V വസീഫ്. 20-20 സീറ്റും LDF നേടും. സംഘപരിവാറിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. രാജ്യത്തിന്റെ മതേതരത്വവും മതനിരപേക്ഷതയും നിലനിർത്താനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ്. ലീഗിന്റെ ശക്തി ക്ഷയിച്ചതുകൊണ്ടാണ് 3ാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്മാറിയതെന്നും വസീഫ് ന്യൂസ് 18നോട്. പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി KS ഹംസ. ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് താനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. അപരന്മാർ ജനവിധിക്ക് തുരങ്കം വയ്ക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നും KS ഹംസ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ഭരണ പ്രതിസന്ധി. 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് BJP. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ BJP. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹിമാചലിലെ പ്രശ്നപരിഹാരത്തിന് DK ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും ചുമതലപ്പെടുത്തി AICC. ഇരുവരും ഇന്ന് ഹിമാചലിലെത്തും. മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിനെ മാറ്റണമെന്നാണ് നിലപാടിലാണ് വിമത MLA-മാർ. ആലപ്പുഴയിലും വയനാട്ടിലും ആരാകും സ്ഥാനാർത്ഥികളെന്ന ആകാംക്ഷ തുടരുന്നതിനിടെ കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5730 രൂപ, പവന് 45,840 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4775 രൂപ, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 75 രൂപ, കിലോ 75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് 10 പൂർണ്ണമാകുന്നു. നമസ്കാരം.